വിജയിന്റെ കാര്യം കേരളത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും നിങ്ങള്. ഇപ്പൊ ഞങ്ങള് കേരളത്തിൽ ഇറങ്ങി കഴിഞ്ഞാല് വിജയിന്റെ ആരാധകര് ഫാൻസ് അസോസിയേഷൻ ഞങ്ങളെ വന്ന് കാണും. അയ്യോ ഭയങ്കര അവിടെ പ്രൊമോഷന് വേണ്ടിട്ട് അത് കാരണം അതൊരു പ്രത്യേക ഒരാളാണ് വിജയ്. പിന്നെ 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 ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ മലയാളികൾ അവർ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത്. അത് മലയാളികളെ ഞാൻ ഇത്ര ഈ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, നമുക്ക് ഇത്തരം ഭ്രാന്തിന്റെ സ്നേഹത്തിന്റെ അതാണ് എന്റെ അവിടെ കാണിക്കുന്നത്. എന്നെ തന്നെ അവര് വലിയ ബൂസ്റ്റ് ചെയ്തിട്ട് കാണിക്കുക. ഞാൻ ഇവനെ കൊണ്ട് ശ്രമിച്ചിരുന്നു. അവരെ പടങ്ങളൊക്കെ എടുത്തതിന്റെ പേരിൽ നമ്മളെ തന്നെ ഒന്നുമില്ല തന്നെ അവര് ബൂസ്റ്റ് ചെയ്യാണ്. ഇത്രയെല്ലാം ചെയ്യുന്ന ഈ ഒരു അച്ഛന്റെ അച്ഛനെ കുറിച്ച് ഓർമ്മിക്കാൻ പറഞ്ഞാൽ ഏറ്റവും ആദ്യം മകൾ എന്നുള്ള രീതിയിൽ മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും? എനിക്ക് എന്റെ ചൈൽഡ്ഹുഡ് ഡേയ്സ് ആണ് ഇഷ്ടം അച്ഛൻ്റെ കൂടെ ഉള്ളത്. ഞാൻ ചെറുപ്പത്തില് അച്ഛൻ എന്റെ അടുത്ത് ഇങ്ങനെ ഹി വാസ് ലൈക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു. ഇപ്പോഴാണ് ഭയങ്കര ബിസി മാൻ ആയത്. അന്നേ ഇപ്പൊ എനിക്കിപ്പോ ചെറിയ മക്കൾ കാണുമ്പോഴുള്ള ഒരു ഇഷ്ടങ്ങളുണ്ടല്ലോ, അതും ഞാൻ എന്റെ മക്കളിൽ നിന്ന് മിസ്സായി പോയി എനിക്കൊരു ഫീലിംഗ്. ആ സമയത്ത് ബിസിനസിന്റെ കാര്യത്തിലും അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഇപ്പാണ് നമുക്ക് എന്നും കൂടുതൽ കുട്ടികളോട് അതൊരു ഏജ് മാറി വരുമ്പോഴുള്ള ഒരു പ്രക്രിയയാണെന്നാ തോന്നുന്നു. അപ്പൊ അതാണ് ഒരു മകൾ എന്നുള്ള രീതിയിൽ മിസ് ചെയ്ത ഒരു ഫാക്ടർ. ഒരു മകൻ എന്നുള്ള രീതിയിൽ വൈചേട്ടനോ? അത് രണ്ടുപേർക്കും ആണ്. അതെ, ഇനി എന്നാലും വേറൊന്നായിരിക്കുമല്ലോ. പഠിച്ചു കഴിഞ്ഞപ്പോ നേരെ ബിസിനസ്സില് ചിറ്റ് കാര്യങ്ങളെല്ലാം പഠിച്ച് അവിടുന്ന് ഓഫീസിൽ ഫുൾ ഒഫീഷ്യലായിട്ട് വീട്ടിലാത്ത ഡാഡും സൺ. അല്ല, ശരിക്കും ഇപ്പം മനസ്സിൽ ഒരു ജെന്റിൽമാൻ, ഒരു ഹീറോ അന്നൊക്കെ പറയുന്നത് ശരിക്കും അച്ഛനെ തന്നെയായിരുന്നു അപ്പൊ കണ്ടിരുന്ന ചെറുപ്പത്തിലൊക്കെ. എന്റെ ഹീറോ അച്ഛൻ തന്നെയാണ്. എന്റെ ഹീറോ അച്ഛൻ തന്നെയാണ്. പിന്നെ എന്റെ ഒരു അച്ഛന്റെ ഫീലിംഗ് ഞാൻ പറയാം. നമ്മളൊരു മൂത്ത മകൻ, അവൻ ഏറ്റവും കൂടുതൽ എന്നെക്കാളും വലിയൊരാളായിട്ട് നല്ല താല്പര്യോടുകൂടി ഈ ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ഏറ്റവും ഭാഗ്യവനായിട്ട് കണക്കുന്ന ആൾ. അത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ തന്നെ പോകുന്നത് തന്നെ. നമ്മളെപ്പോഴും ഞങ്ങളെ വീട്ടിൽ തങ്ങി നിൽക്കുന്ന ഒരു പേരാണ് ശബരീഷ്. അവൻ മരണപ്പെട്ടതുകൊണ്ട് ഇപ്പൊ ഞങ്ങളോട് തന്നെ അവനിപ്പോ ഉണ്ട് എന്നാണ് ഞാൻ അതാധരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ എന്റെ ഹോട്ടലിലോടൊക്കെ ഞാൻ ഇത്രയും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അവന്റെ ഒരു വികാരമാണ്. അത് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഏത് ഹോട്ടൽ കാണുമ്പോൾ എനിക്ക് അതിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ശക്തിയായിരുന്നത്. അത് ദൈവം എടുത്തിട്ട് നമ്മളെ തന്നെ ആ ശക്തി നമ്മളെ വേഗം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദിച്ചത്. നിങ്ങളെ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലേശം പതറിപ്പോയത്.